നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയം അടിച്ചിറയിലെ പ്രവാസി മലയാളിയുടെ ദുരൂഹമരണ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. അടിച്ചിറ സ്വദേശി ലൂക്കോസിനെ വീടിന്റെ കിടപ്പുമുറിയിൽ കഴുത്തു മുറിച്ച മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിദേശത്തായിരുന്ന ലൂക്കോസ് മാസങ്ങൾക്ക് മുൻപാണ് മടങ്ങിയെത്തിയത്. ആത്മഹത്യയാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനമെങ്കിലും കഴുത്തിലെ മുറിവിന്റെ ആഴം കൊലപാതക സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പോലീസ് ആദ്യം അവിടെ എത്തിയപ്പോൾ ഒരു ആത്മഹത്യയാണ് ഈ മരണകാരണം എന്നൊരു നിഗമനത്തിലാണ് എത്തിയത്. പക്ഷേ ഈ മുറിവിന്റെ ആഴം വളരെ കൂടുതലാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം? ഈ കൊലപാതക സാധ്യതയിലേക്കും പോലീസ് എത്താനുള്ള, ആ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കും എത്താനുള്ള കാരണം എന്താണ്? ടോം, ഇന്ന് പുലർച്ചെ 5:30 ഭാര്യ ലിൻസി ലൂക്കോസിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ മകനെയും സമീപത്തുള്ളവരെയൊക്കെ അയൽക്കാരെയുമൊക്കെ വിളിക്കുകയും ഇവരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ കഴുത്തിൽ മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കഴുത്തിലെ മുറിവ് അല്പം ആഴത്തിലാണ്. അതുകൊണ്ടാണ് പോലീസിന് ഇത്തരത്തിലൊരു സംശയമുണ്ടായത്. ഒപ്പം ഈ മൃതദേഹത്തിന്റെ സമീപത്ത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ആദ്യം ആത്മഹത്യയാണെന്ന് തോന്നിയെങ്കിലും ഈ കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ് പോലീസിന് സംശയം ഉദിച്ചിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായത് സമീപവാസികൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് ലൂക്കോസ് വിദേശത്തായിരുന്നു. അബുദാബിയിലെ ഒരു ഓയിൽ കമ്പനിയിലെ എഞ്ചിനീയറാണ്. കഴിഞ്ഞ മാസം മെയ്യിലാണ് നാട്ടിലേക്ക് വന്നത്. ആ സമയത്ത് തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ വീട്ടിൽ നിന്നും ബഹളം കേൾക്കാറുണ്ടായിരുന്നു. മകനും ഭാര്യയുമായൊക്കെ വളരെ കുറച്ച് നാളുകളായി ചില കുടുംബ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതാണ് കുടുംബക്കാർ സമീപത്തുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതും പോലീസ് ഒരു സംശയത്തിന് ആഴം കൂട്ടുന്നുണ്ട്. ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഈ ഒരു കുടുംബ പ്രശ്നമാണ് ഇപ്പോൾ സമീപവാസികളൊക്കെ പറയുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വരുന്നതും കൂടിയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെ 5:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നാളെ ലൂക്കോസിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്. അത് കണ്ണൂരിൽ വെച്ചാണ്. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഈ കുടുംബം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കുടുംബത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം വന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ലൂക്കോസിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവാണ് ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് പോലീസിനെയും നയിച്ചിരിക്കുന്നത്. മരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ലൂക്കോസിന്റെ ഭാര്യയും മകനും ആ വീട്ടിലുണ്ടായിരുന്നു. അവരൊന്നും ഈ രാത്രിയിൽ സംഭവം അറിഞ്ഞില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോഴാണോ ഈ പിതാവ്, അതായത് ഈ ലൂക്കോസ് മരിച്ചു കിടക്കുന്ന വിവരം ഇവരറിയുന്നത്? അതെ, പുലർച്ചെ 5:30 ഭാര്യ കിടപ്പുമുറിയിൽ നോക്കിയപ്പോൾ ലൂക്കോസിനെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ ആ സമയത്ത് മകനും ഭാര്യയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർ 3 പേരുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇവരാരും അറിഞ്ഞിരുന്നില്ല. ഭാര്യ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ലൂക്കോസിനെ മരിച്ചതായി കണ്ടെത്തിയത്. ഇതും ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ സ്വയം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതും കിടപ്പുമുറിയിൽ എന്തുകൊണ്ട് ഭാര്യ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശബ്ദമൊന്നും പുറത്തു വന്നില്ലേ എന്നുള്ളൊരു ദുരൂഹതയും ഒക്കെ കൂട്ടുന്നുണ്ട്. അതിലൊക്കെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഭാര്യ ആദ്യം മകനെയും പിന്നീട് സമീപത്തുള്ളവരെയുമാണ് വിളിച്ച് വരുത്തുകയും ചെയ്തത്. സമീപത്തുള്ളവരെല്ലാം ഇത് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആഴത്തിലുള്ള ഒരു മുറിവാണ് പോലീസിന് സംശയം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ഇനി വിശദമായിട്ടുള്ളൊരു കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ഒരു ആത്മഹത്യയാണോ അത് ഏതെങ്കിലും കൊലപാതകമാണോ എന്നുള്ളതാണ് അടുത്ത സംശയം. എന്തായാലും പോലീസിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഇതിലൊരു സ്ഥിരീകരിക്കുന്ന വിവരം ഉണ്ടാകുകയുള്ളൂ. സമീപവാസികൾ പറയുന്നത് കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ഒരു കുടുംബ പ്രശ്നമുണ്ടായിരുന്നു, വീട്ടിൽ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവർ കേൾക്കുന്നതുമാണ്. ഇനി അതാണോ അത്തരത്തിലുള്ളൊരു കുടുംബ പ്രശ്നമാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയ്ക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്, ഇനി കണ്ടെത്തേണ്ടത്. കേട്ടോ.
നവമി, എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഒരു കൊലപാതകമാണെങ്കിൽ അതിനിടെ മറ്റ് ബലപ്രയോഗങ്ങളോ മറ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആത്മഹത്യയാണെങ്കിൽ അവിടെ ഒരു ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തേണ്ട ആ ഒരു നീക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും, അതായത് ആ കിടപ്പ് മുറിയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലും ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള സാധ്യതകളിലും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? വീട്ടിലെ എല്ലാ വിധത്തിലുള്ള പരിശോധനയും പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതുവരേക്കും ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം നാളെ സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലേക്ക് ഇവർ പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ വീട്ടിൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലൂക്കോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതും പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട്. ഒപ്പം തന്നെ സമീപവാസികൾ പറയുന്നുമുണ്ട് വീട്ടിൽ ഇത്തരത്തിലുള്ളൊരു കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു. അവിടെ നിന്ന് ചില വാക്ക് തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പോലീസിന്റെ സംശയം കൂട്ടുന്നതും. ഒരു ആത്മഹത്യ ആണോ അതോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു വിവരം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ലൂക്കോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീട്ടിലും പരിശോധനകളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇതുവരെയും ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം മകനെയും ഭാര്യയെയും പോലീസ് ഇവരോട് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം ലൂക്കോസിന് നിലനിന്നിരുന്നോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ലൂക്കോസിനെ വീട്ടിലെ മുറിയിൽ, കിടപ്പുമുറിയിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് തന്നെ ഒരു വിദേശ കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. ലൂക്കോസ് വിദേശത്തായിരുന്നു. കഴിഞ്ഞ മെയ്യിലാണ് നാട്ടിലെത്തിയത്. വിദേശത്തൊരു ഓയിൽ കമ്പനിയിലെ ജീവനക്കാരനാണ്. അപ്പോൾ അതും കഴിഞ്ഞ മെയ്യിലാണ് നാട്ടിൽ എത്തുകയും ചെയ്തത്. കുടുംബത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് സമീപവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വിഷമത്തിലാണോ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്കുള്ളൊരു സാധ്യതയുണ്ടോ? ഒപ്പം എന്തുകൊണ്ട് ഭാര്യയും മകനുമൊക്കെ ഇതിന്റെ ശബ്ദം കേട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ സംശയത്തിലുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആണ് ഇനി വരാനിരിക്കുന്നത്. അതിനിടയിൽ തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വീട്ടിലുള്ളവരുടെയും സമീപവാസികളുടെയും ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട്. ഒപ്പം ആത്മഹത്യാ കുറിപ്പ് വല്ലതും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുമില്ല. വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ പല ദുരൂഹതകളുമുണ്ട്. ആത്മഹത്യയാണെങ്കിൽ ഈ മരണസമയത്ത് ഈ ലൂക്കോസ് മറ്റു ബഹളം വെച്ചിരുന്നോ? അതെന്തുകൊണ്ട് ഭാര്യയും മകനും കേട്ടില്ല? കൊലപാതകമാണെങ്കിൽ അവിടെയും ഒരു ബലപ്രയോഗമൊക്കെ നടന്നിരിക്കണം. അത്തരമൊക്കെ സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും കുടുംബ പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ലൂക്കോസിനും കുടുംബത്തിനുമിടയിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. നാട്ടുകാരും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അതാണോ മരണകാരണം? സാമ്പത്തികമായി നല്ല നിലയിലുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ആകില്ല ആത്മഹത്യയിലേക്ക് നയിച്ചത്. കുടുംബ പ്രശ്നമാകാം, അതല്ലെങ്കിൽ കൊലപാതക സാധ്യതയും പോലീസ് പരിശോധിക്കുകയാണ്. കൊല്ലത്ത് മറ്റൊരു കുടുംബത്തിലുണ്ടായ ദുരന്തമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കൊല്ലം പട്ടത്താനത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കി. പട്ടത്താനം സ്വദേശി ജോസ് പ്രമോദ്, 4 വയസ്സുകാരിയും ദേവനന്ദ 9 വയസ്സുകാരൻ ദേവനാരായണൻ എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്നും രാവിലെ കേൾക്കാൻ കഴിഞ്ഞത്. ഈ ജോസ് പ്രമോദ് മക്കളെ കൊലപ്പെടുത്തി ജീവനെടുക്കാനുള്ള കാരണം കുടുംബ പ്രശ്നം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണോ? ഈ മരണസമയത്ത് ഇവർ 3 പേര് മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? ടോം, കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടാത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന വിവരമാണ് വരുന്നത്. ആത്മഹത്യ ചെയ്ത ജോസ് പ്രമോദിന്റെ ബന്ധുക്കൾ ജോസിന്റെ ഭാര്യയ്ക്കെതിരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. ജോസ് പ്രമോദിന്റേതും ഭാര്യയും നേരത്തെ പ്രണയിച്ച് വിവാഹിതരായതാണ്. ഭാര്യ ഡോക്ടറാണ്. കൊല്ലത്ത് തന്നെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. ഉപരിപഠനത്തിന് പോകാനുള്ള ഒരു കാര്യം കൂടി
നടത്തുന്ന ഒരു സമയമാണ്. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് എൻട്രൻസിന് എഴുതുന്ന സമയത്താണ് ജോസുമായി പെൺകുട്ടി അടുപ്പത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു ജോസ് പ്രമോദ്. ഈ വീട്ടുകാർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ ആ സമയത്ത് തന്നെ ഇവരുടെ വിവാഹത്തെ എതിർത്തിരുന്നു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കോളേജ് അധ്യാപകരാണ്. അവർക്ക് കൊല്ലം നഗരത്തിൽ തന്നെ ഒരു വീടുണ്ട്. പിന്നീട് ഈ പെൺകുട്ടി ജോസിനോടൊപ്പം ഒളിച്ചോടുകയും അതിനുശേഷം ഈ കേസ് കോടതിയിലെത്തുകയും കോടതി ഈ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം തന്നെ ജോസ് പ്രമോദിനൊപ്പം അയക്കുകയുമായിരുന്നു. അങ്ങനെ ഇവർ പോവുകയും പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ ഇവരുമായി വീണ്ടും സൗഹൃദത്തിലായി, അല്ലെങ്കിൽ ബന്ധം അവർ വീണ്ടും നല്ല നിലയിൽ കൊണ്ടുവന്നു. ജോസിനെ വിദേശത്തേക്ക് അയച്ചു. ജോസ് പ്രമോദ് പിന്നീട് വിദേശത്തേക്ക് പോയി. മകനും മകളും ജനിച്ചു. അതിനുശേഷം ഈ ഭാര്യ, അതായത് ഈ ഡോക്ടർ മറ്റൊരാളുമായി അടുത്തു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജോസിന്റെ ബന്ധുക്കൾ പരാതിയായി പറയുന്നത്. ഇത് ജോസ് മനസ്സിലാക്കുകയും ആദ്യം ഒരിക്കൽ ലീവിന് വരികയും ഇതുമായി ബന്ധപ്പെട്ട് ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വാക്കുതർക്കങ്ങളും വഴക്കുമൊക്കെയും ഉണ്ടാവുകയും ചെയ്തു. സൗഹൃദമാണ് എന്ന കാര്യം ഭാര്യ അന്ന് ജോസിനോട് പറഞ്ഞതായാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം ജോസ് വീണ്ടും വിദേശത്തേക്ക് പോയി. ആ സമയത്തും ഇവിടെ ഇങ്ങനെയുള്ള ബന്ധം തുടർന്നു എന്നത് ജോസ് മനസ്സിലാക്കിയെന്ന് ബന്ധുക്കൾ പറയുന്നു. വീണ്ടും തിരികെ എത്തി ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ ഉപരിപഠനത്തിന് പോകാനുള്ള ഒരു താല്പര്യം ഈ യുവതി പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. ഈ കഴിഞ്ഞ 2 മാസമായി കുട്ടികളും ജോസും ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ജോസിന്റെ ഭാര്യ, അതായത് കുഞ്ഞുങ്ങളുടെ അമ്മ, മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറുകയും ചെയ്തു. 2 മാസമായി ഇവർ ഹോസ്റ്റലിൽ നിൽക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നതുമെല്ലാം ജോസ് എന്നാണ് ഇപ്പോൾ ജോസിന്റെ ബന്ധുക്കൾ പറയുന്നത്. ജോസ് പ്രമോദിന്റെ ബന്ധുക്കൾ അങ്ങനെയാണ് പറയുന്നത്. ഇത് വല്ലാതെ ഇയാളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയി. അതുതന്നെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആരെയും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചോ പറയുന്നില്ല. ഞാനും കുഞ്ഞുങ്ങളും ജീവിതം യാത്ര അവസാനിപ്പിക്കുന്നു. ഒരിടത്ത് തന്നെ സംസ്കരിക്കണം. മറ്റാർക്കും കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഓഡിയോ ക്ലിപ്പ് ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീടിന്റെ സ്റ്റെയറിലാണ് ഈ 2 കുഞ്ഞുങ്ങളെയും കെട്ടിത്തൂക്കിയത്. അതിനുശേഷം ഹാളിലെ തന്നെ ഫാനുണ്ട്. ഫാനിനടുത്ത് ഒരു കമ്പിയിലാണ്. അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിലാണ് ജോസ് തൂങ്ങി മരിച്ചത്. അത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ തൊട്ടിൽ കെട്ടാനുള്ള ഒരു കുളത്താണ്. ആ കുളത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ജോസ്. ഇന്ന് രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ടോം, ഈ മരണ വിവരം അറിഞ്ഞ് സ്വാഭാവികമായും ഈ ജോസിന്റെ ഭാര്യ വീട്ടിലെത്തിയിരിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഈ രീതിയിലുള്ളൊരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ ഈ ബന്ധുക്കളും മറ്റു നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്? ബന്ധുക്കൾ അങ്ങനെയാണ് ആരോപിക്കുന്നത്. അല്ലെങ്കിൽ ജോസ് പ്രമോദിന്റെ സുഹൃത്തുക്കൾ, നേരത്തെ അദ്ദേഹവുമായി സൗഹൃദം നാട്ടിലുണ്ടായിരുന്നപ്പോഴേക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും മറ്റു ബന്ധുക്കളും ഒരു ബന്ധുവിനാണ് ഈ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്ന. ആത്മഹത്യക്ക് തൊട്ട് മുൻപുള്ള, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണെന്ന് കരുതുന്നു. ആ സമയത്താണ് ഈ ഓഡിയോ ക്ലിപ്പ് അയച്ചിരിക്കുന്നത്. ക്ഷമിക്കണം എന്ന വാക്കുകളൊക്കെയും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ദാമ്പത്യ പ്രശ്നം തന്നെയാണ് പ്രധാനമായും പറയുന്നത്. ഇദ്ദേഹം വിദേശത്തേക്ക് പോവുകയും ഭാര്യ മറ്റൊരാളുമായി അടുപ്പത്തിലായി എന്ന ഒരു കണ്ടെത്തൽ, അത് അദ്ദേഹത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം അങ്ങനെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞു. അതിനെ ചൊല്ലി വലിയ വഴക്കുണ്ടായി. പിന്നീട് ഭാര്യ താമസം, ഈ കുഞ്ഞുങ്ങളും ജോസ് പ്രമോദുമുള്ള വീട്ടിൽ നിന്ന് മാറി മറ്റൊരു ഹോസ്റ്റലിലേക്ക് താമസം മാറ്റി. ഏതാണ്ട് 2 മാസത്തിൽ അധികമായി അങ്ങനെ മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ ജോസിനായിരുന്നു. വിനോദ്, ഈ ജോസ് പ്രമോദിന്റെ ഒരു സംശയം മാത്രമായിരുന്നു അത്, അതോ ഈ രീതിയിലൊരു ബന്ധമുണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ബന്ധുക്കളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ ജോസ് പ്രമോദിന്റെ സംശയത്തിന്റെ പുറത്തുണ്ടായ ഒരു കുടുംബ തകർച്ചയായിട്ടാണോ ഇതിനെ കാണേണ്ടത്? ജോസ് പ്രമോദ് അങ്ങനെ ഒരു സൗഹൃദം അങ്ങനെ ഒരാളുമായി സംസാരിക്കുന്നത് കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് ജോസിന്റെ ബന്ധുക്കൾ തന്നെ പറയുന്നത്, ഭാര്യ പറഞ്ഞത് സൗഹൃദമാണ്, സുഹൃത്തുക്കളാണ്,
ആ നിലയ്ക്ക് സംസാരിക്കുന്നു എന്ന ഒരു വിശദീകരണം നേരത്തെ നൽകിയിരുന്നു. അതായത് ആദ്യം ലീവിന് വന്ന് പോകുമ്പോൾ. പക്ഷേ ആ സൗഹൃദം വീണ്ടും തുടർന്നു. ഇതേ തുടർന്നാണ് ജോസ് വീണ്ടും തിരികെ എത്തുന്നത്. അതിന് പിന്നാലെ വലിയ വഴക്കുണ്ടാവുകയും ഈ പെൺകുട്ടി മാറി താമസിക്കുകയും ചെയ്തു. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻട്രൻസ് എഴുതി നിൽക്കുമ്പോഴാണ് ജോസുമായി അടുപ്പത്തിലാകുന്നത്. ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുമ്പോൾ അതിനടുത്ത് ഈ ഓട്ടോ സ്റ്റാൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളിയായിരുന്നു ജോസ്. അങ്ങനെ ഇവർ പ്രണയത്തിലാവുകയും ആ സമയത്ത് തന്നെ ഈ വിവാഹത്തിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അധ്യാപകരാണ്, കോളേജ് അധ്യാപകരാണ്. അവർ വലിയ തോതിൽ ഇതിനെ എതിർത്തിരുന്നു. പിന്നീട് ഈ കുടുംബങ്ങൾ തമ്മിൽ അടുക്കുകയും ജോസിനെ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇങ്ങനെ വീണ്ടും ഒരു ആളുമായി ബന്ധമുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദമുണ്ടായി. അതിന്റെ പേരിലാണ് വലിയ തോതിൽ ഈ ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത്. വിനോദ് സൂചിപ്പിച്ച ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്ന് പോകാം. വിനോദ്, മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു സുഹൃത്തിന് ജോസ് പ്രമോദ് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ്, വാട്സപ്പ് സന്ദേശമാണ്. അതിലേക്ക് ജോസമ്മ മാപ്പ് 100 പ്രാവശ്യവും അണ്ണൻ്റെ കാല് വീണ് മാപ്പ് ചോദിക്കുക. ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് പറ്റിയൊരു സംഭവമാണ്. ഞാനും എൻ്റെ പിള്ളേരും കൂടി പോവുക. എൻ്റെ അടുത്തുനിന്ന് എൻ്റെ പിള്ളേരെ ആരും എടുത്തുകൊണ്ട് പോകരുത്. എന്നെ എവിടെയാണ് എൻ്റെ ഇത് ചെയ്യുന്നത് അവിടെ എൻ്റെ പിള്ളേരും ഉണ്ടാവണം. ആരും എന്നെ മാറ്റിയിട്ട് എൻ്റെ പിള്ളേരെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത്. അതിന് എന്ത് ഇത് വന്നാലും അണ്ണൻ സമ്മതിക്കരുത്. എനിക്കെൻ്റെ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കെന്തെങ്കിലും ശേഷക്രിയകളെ ചെയ്യുന്നത് എനിക്ക് എൻ്റെ പിള്ളേർക്കും അണ്ണനേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ. അണ്ണനും അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷക്രിയ വേണമെങ്കിലും ചെയ്യണം. ഞങ്ങൾ അനാഥമാവരുത്. ഞങ്ങൾ നല്ല രീതിയിൽ പോകാൻ, ഞങ്ങൾ നല്ല രീതിയിൽ പോകാനും വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ശേഷക്രിയകൾ കറക്റ്റായിട്ട് ചെയ്യാൻ അണ്ണനും അളിയനും ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ചെയ്യണം. കാരണം ഞാനും എൻ്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് പോവുക. ക്ഷമിക്കണം അണ്ണാ, മാപ്പ്. വീണ്ടും വി വിനോദിലേക്ക്. വിനോദ്, ആ അവസാനത്തെ ജോസ് പ്രമോദിന്റെ ആ ഓഡിയോ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ വലിയ മനസ്സിന് വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രയാസം തോന്നുന്നുണ്ട്. ആരോടെങ്കിലും ഇങ്ങനെ മരിക്കുന്നതിനെ കുറിച്ച് ഇത്തരം മാനസിക പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഈ ജോസ് പ്രമോദ് പങ്കുവച്ചിരുന്നു? സുഹൃത്തുക്കളോടോ മറ്റോ ബന്ധുക്കളോടോ ഒക്കെ ഇതിനു മുൻപ് പങ്കുവച്ചിരുന്നു? ഇല്ല, അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളിൽ നിന്നൊക്കെയും ലഭിക്കുന്ന വിവരം. മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ ഒരു ഓഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത്. ആ സന്ദേശത്തിലാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. കുഞ്ഞുങ്ങളുമായി പോകുന്നു എന്ന കാര്യമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഒരുമിച്ചിരുന്നത്, ഈ സംസ്കരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് അടുത്തടുത്ത് വേണം എന്നുള്ള നിലയിൽ തന്നെയാണ്. മറ്റാരും തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല എന്ന കാര്യമൊക്കെയും അതിൽ പറയുന്നുണ്ട്. നേരത്തെ ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഭാര്യ പിണങ്ങി, അല്ലെങ്കിൽ അവർ മാറി താമസിക്കുകയാണ്. മറ്റൊരു ഹോസ്റ്റൽ, കൊല്ലം നഗരത്തിൽ തന്നെ ഒരു ഹോസ്റ്റലിലേക്ക് മാറിയിരുന്നു. മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് ജോസ് പ്രമോദ് നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ദമ്പതികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാലങ്ങളായി നിൽക്കുന്ന ഒരു ദാമ്പത്യ പ്രശ്നവുമായിരുന്നു. അതിനുശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പല രീതിയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ, നമ്മുടെ ഫേസ്ബുക്ക് ലൈവിനിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ആ ഭാര്യയുമായി ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭാര്യയെ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾക്കൊപ്പം ഈ ജോസ് പ്രമോദിന് താമസിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന്. ഒരിക്കലും ഒരു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത്തരത്തിൽ കുടുംബ തകർച്ചകളും കൂട്ടമരണങ്ങളും ഒക്കെ കേരളത്തിൽ ഇപ്പോൾ പല കുടുംബങ്ങളിലും
പലയിടങ്ങളിൽ നിന്നായി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു പ്രശ്നത്തിന്, ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്, ആത്മഹത്യയെക്കുറിച്ചുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുക എന്നതാണ് ഇതിലൊരു പോംവഴി. ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അവസരമാണെന്ന സിദ്ധാന്തം സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ തലയോട്ടി. ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോഴാണ് തൊഴിലാളികൾ തലയോട്ടി കണ്ടെത്തിയത്. 6 മാസത്തിലേറെ പഴക്കമുള്ള ശരീരാവശിഷ്ടമാണെന്നാണ് കരുതുന്നത്. ഈ കട 1 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നില്ല. ഷട്ടർ അടച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതാരുടെ ശരീരാവശിഷ്ടമാണ് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി കട പ്രവർത്തിക്കുന്നില്ല, തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അത് ഇത്തരമൊരു മരണം നടന്ന ശേഷം പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നോ? ഇതൊരു കൊലപാതക സാധ്യതയാണോ, അത് ആത്മഹത്യയെക്കുറിച്ചാണോ പോലീസ് പരിശോധിക്കുന്നത്? ടോമോ, കൊലപാതകത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇത് ആരാണ്, ഏത് തരത്തിലാണ്, എങ്ങനെ ഈ കടമുറിക്കുള്ളിൽ വന്നു എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരമില്ല. ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളും പ്രത്യേകിച്ചും മയക്കുമരുന്നും മദ്യപിക്കാനും ഒക്കെ ആളുകൾ ഈ കടമുറി ഏറ്റെടുത്ത ശേഷം, അതായത് ദേശീയപാത വികസനത്തിനായി ഈ കടമുറി ഒഴിപ്പിച്ചതാണ്ട് 1 വർഷത്തോളമായി വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ സ്ഥിരമായി തമ്പടിക്കുന്ന ഒരു സ്ഥലമാണിതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നും അടുത്ത ഇടയായി കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കും. എന്തായാലും സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന് കണ്ടെത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവരും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വഴി അരിക പൊളിച്ചപ്പോഴാണ്, ഈ കെട്ടിടം പൊളിച്ചു നീക്കിയപ്പോഴാണ് ഇത്തരം ഒരു തലയോട് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വളരെ വിശദമായി നടത്തിയ സമീപ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആണ് ശരീരത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. 6 മാസത്തിലേറെ പഴക്കം, അതായത് 6 മാസത്തിനടുത്ത് പഴക്കം മാത്രമാണ് ഈ തലയോട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്ത ശേഷമാവും ഇത്തരം ഒരു സംഭവം നടന്നതെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. ഈ ദൃശ്യ മോഡൽ കൊലപാതകം എന്നൊക്കെ പറയാമെങ്കിലും അത്തരത്തിൽ കുഴിച്ചു മൂടപ്പെട്ടതാണോ അല്ലെങ്കിൽ ഈ കെട്ടിടം പണി നടന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്കൊന്നും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വലിയ കാലപ്പഴക്കം ഈ തലയോട്ടിക്കില്ല എന്ന് തന്നെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണം. എന്തായാലും വിശദമായ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണ്ടിവരും. ഡോഗ് സ്ക്വാഡും ഫോറൻസിക്കും സ്ഥലത്ത് വന്ന് പരിശോധന. ഈ സമീപ നാളുകളിൽ, അതായത് കഴിഞ്ഞ 1 വർഷ കാലയളവിനുള്ളിൽ ഈ കോഴിക്കോട് ഈ വടകര കുഞ്ഞിപ്പള്ളി പ്രദേശത്തു നിന്നും ആരെങ്കിലും കാണാതായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ സമീപ നാളുകളിൽ? അങ്ങനെ കൃത്യമായി കാണാതായവരുടെ പട്ടിക ഇനി ലഭ്യമല്ല. നമുക്കറിയാം, സ്വാഭാവികമായി തന്നെ ഈ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ കാണാതായ ആളുകളുണ്ട്. അത് ആരെയൊക്കെയാണ് കാണാതായിരിക്കുന്നത്? ഈ കാണാതായവരിൽ ആരെയൊക്കെ പിന്നീട് തിരികെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു, അല്ലെ ഈ കാണാതായ ആളുകളിൽ എത്ര പേർ മരണപ്പെട്ടതായി വിവരം ലഭിച്ചു എന്നിവ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. ഈ മൃതദേഹത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ടി വരും. ഈ എത്ര വയസ്സോടിനോട് അടുത്ത് പ്രായമുള്ള ആളാണ്, സ്ത്രീയാണോ പുരുഷനാണോ, ഇത്തരം കുറച്ചധികം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ ശേഷമാവും അത്തരം കൂടുതൽ സാങ്കേതികതയിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രാഥമികമായി ഒരു തലയോട് ലഭിച്ചിരിക്കുന്നു, ഒപ്പം ശരീരഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നു. 1 വർഷത്തിലധികമായി ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ തലയോട്ട് ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ പുരോഗമിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരും മറ്റ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വടകര കുഞ്ഞിപ്പള്ളിയിലാണ് അടച്ചിട്ട കടമുറിയിൽ ശരീരാവശിഷ്ടങ്ങൾ, തലയോട്ടിയും കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതക സാധ്യതയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ പരിപാടി